മഞ്ഞുമ്മൽ ബോയ്സ് ചിദംബരം ഡയറക്റ്റ് ചെയ്ത ഏറ്റവും പുതിയൊരു മൂവിയാണ് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ്. അപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് ഞാനിപ്പോൾ കണ്ടത് നമ്മുടെ വനിതവിരുദ്ധയിലാണ്. ഞാൻ ഒരുപാട് സിനിമ വനിതവിരുദ്ധയിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ക്രൗഡായിട്ടൊരു എന്താ പറയുക ഒരു സിനിമ കണ്ടത് ആദ്യമായിട്ടാണ്. അതായത് വനിതവിരുദ്ധയുടെ ആ ഒരു ഏരിയ ഫുൾ നിറഞ്ഞു. എനിക്ക് തോന്നുന്നു മഞ്ഞുമ്മൽ അവിടെയുള്ള നാട്ടുകാർ മൊത്തം ഇറങ്ങി വന്നു ആ സിനിമ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്ര റഷ് ഞാൻ ഇത്ര നാൾ കുറേ സിനിമ കണ്ടതിൽ ഇത്ര നല്ല റഷ് കണ്ട ഒരു സിനിമ മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. അപ്പോൾ നമ്മൾ സിനിമയിലോട്ട് വരാണെങ്കിൽ സിനിമ വളരെ എന്താ പറയുക വളരെ മികച്ചൊരു സിനിമയാണ്. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഒരുപാട് നല്ല നല്ല പടങ്ങൾ നമ്മുടെ മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബ്രഹ്മയുഗ ആയാലും പ്രേമലു ആയാലും ഇതിനൊക്കെ ശേഷം വീണ്ടും നല്ലൊരു പടമാണ് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു എന്താ പറയുക ഒരു കുഴിയിലേക്ക് പോകുന്ന നമ്മൾ ട്രെയിലറൊക്കെ കണ്ട പോലെ തന്നെ ഒരു കുഴിയിലേക്ക് അകപ്പെട്ട് പോകുന്നൊരു സുഹൃത്തിനെ രക്ഷിക്കുന്ന ഒരു പടം തന്നെയാണ്. നമ്മൾ ട്രെയിലർ കണ്ട പോലെ തന്നെ ആ ഒരു ത്രില്ലോടെ തന്നെയാണ് നമ്മൾ സിനിമ സമീപിച്ചത്. അപ്പം ആ ഒരു നമ്മൾ ആ സിനിമാറ്റോഗ്രഫി നോക്കുകയാണെങ്കിൽ നല്ലൊരു എൻഗേജിങ് ആയിട്ടുള്ളൊരു മൂവിയാണ്. അതുപോലെ തന്നെ ഇതിലുള്ള അഭിനയിച്ച എല്ലാവരും ഗണപതി ആയാലും ബാലു വർഗീസ് ആയാലും സൗബിനിക്ക ആയാലും നമ്മുടെ ശ്രീനാഥ് ബാസി, അതായത് ശ്രീനാഥ് ബാസിയുടെ ഒക്കെ ഒരു എക്സ്ട്രീം ലെവല് ആക്ടിങ് ആണ് സിനിമയിൽ കാണുന്നത്. അതായത് അദ്ദേഹം കുറേ റോളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സിനിമയിൽ അധികം നേരമില്ലെങ്കിൽ പോലും ആളുടെ ഒരു സീക്വൻസ് ഒക്കെ ആള് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സൗബിനിക്ക പറയണ്ടില്ല, ആള് ഒബ്വിയസ്ലി നല്ലൊരു ആക്ടറാണ്. ആളുടെ കുട്ടി കുട്ടി കാര്യങ്ങളും ആ ഒരു വികാരവും ആ ഒരു ഫീലിങ്സ്, അതായത് നമ്മൾ തന്നെ നമ്മളാ ഒരു അവസ്ഥയിൽ വന്ന് എങ്ങനെയായിരിക്കും നമുക്ക് ഉണ്ടാവുക, ആ ഒരു ഫീൽ നമുക്ക് എങ്ങനെ ഉണ്ടാവാന്ന് ആ സിനിമ നല്ല രീതിയിൽ അറിഞ്ഞിട്ടുണ്ട്. നമ്മളാ മഞ്ഞുമ്മൽ ബോയ്സിന്റെ ആ ഒരു കൂടെ നമ്മളും ആ ഒരു സ്ഥലത്ത് ഉണ്ടെന്നുള്ള ഒരു ഫീൽ ആ സിനിമ നല്ല രീതിയിൽ തരുന്നുണ്ട്. അതായത് നമ്മളും ആ ഒരു അങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന വികാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാ നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സിനിമ. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു സിനിമ മസ്റ്റ് വാച്ച് മൂവിയാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു മൂവിയാണ്. കാരണം ആ ഒരു നേച്ചർ ആയിട്ടുള്ളൊരു മൂവിയൊക്കെ വരുമ്പോൾ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ടു കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആണ്. അതായത് ഇങ്ങനത്തെ മൂവിയൊക്കെ വരുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതായത് നല്ല രീതിയിൽ തന്നെ പോയി നിങ്ങൾക്ക് തന്നെ ഒരു ഫീല് കിട്ടും. ആ ഒരു വേറൊരു ലോകത്തിലേക്ക് പോകുന്ന ഒരു ഫീലൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് മൂവിയാണ്. ഇപ്പോൾ ബ്രഹ്മയുഗം കണ്ട പോലെ തന്നെ വേറൊരു ലോകത്തിലേക്ക് പോകുന്ന ഒരു സിനിമ തന്നെയാണ് ഇതും. അപ്പോൾ നിങ്ങൾ ആ ഒരു എന്താ പറയുക ആ ഒരു വൈബിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയാണ്, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഈ പടം മസ്റ്റ് വാച്ചാണ്. അപ്പം നിങ്ങൾ പോയി കണ്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുക. അപ്പോൾ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് തോന്നിയ ഫീലൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.